ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായി റിപ്പോർട്ട്. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന്റെ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകളിലൂടെയുള്ള ചൂതാട്ടത്തിന് പിഴ ചുമത്താനും ഈ ബിൽ ലക്ഷ്യമിടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. കർശന ശിക്ഷാ വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഓപ്പറേറ്റർമാർക്ക് മാത്രമല്ല, ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഇവയുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കും ബില്ലിൽ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഈ അടുത്ത കാലത്തായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2023 ഒക്ടോബർ മുതൽ ഓൺലൈൻ ഗെയിമിംഗിന് മീതെ 28% GST ചുമത്തിയിരുന്നു. ഗെയിമുകൾ വിജയിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണത്തിന് 2024-25 മുതൽ 30% നികുതി ഈടാക്കുന്നത്. വിദേശ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെയും നികുതി വിലക്ക് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ രജിസ്റ്റർ ചെയ്യാത്തതോ നിയമവിരുദ്ധവുമായ സൈറ്റുകൾ തടയാൻ ഏജൻസികൾക്ക് അധികാരവും നൽകിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം അനധികൃത വാതുവയ്പ് 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വാതുവയ്പും ചൂതാട്ടവും ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതിനാൽ ഇവയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. 2022 ഫെബ്രുവരിക്കും 2025 ഫെബ്രുവരിക്കും ഇടയിൽ 1400-ലധികം ബെറ്റിംഗ് ചൂതാട്ട വെബ്സൈറ്റുകളും ആപ്പുകളുമാണ് സർക്കാർ ബ്ലോക്ക് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.